നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. നേപ്പാളിൽ വിമാനം തകർന്നു വീണ് 18 പേർ മരിച്ചു. പൈലറ്റ് മാത്രം രക്ഷപ്പെട്ടു. കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നതിനിടെ വിമാനം തകർന്ന് വീഴുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. പോഗ്രയ്ക്ക് പുറപ്പെട്ട വിമാനത്തിൽ ജീവനക്കാരടക്കം 19 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. വിമാനം തകർന്ന സ്ഥലത്ത് നിന്ന് 18 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് ലഭിക്കുന്ന വിവരം. വിമാനത്തിന്റെ പൈലറ്റ് 37-കാരനായ മനീഷ് ഷാക്കിയെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തി. എയർലൈനിലെ സാങ്കേതിക ജീവനക്കാരനാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് TIA ഇൻഫർമേഷൻ ഓഫീസർ പറഞ്ഞു. കടുത്ത ചൂടിൽ ആരോഗ്യ സംരക്ഷണത്തിന് ടിപ്സുമായി UAE ആരോഗ്യ മന്ത്രാലയം ചൂട് സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ഒരു ഹിറ്റ് സ്ട്രൈസ് ഗൈഡ് ബുക്ക് കയ്യിൽ സൂക്ഷിക്കുക. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആംബുലൻസ് സേവനത്തിനോ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. തിരക്കേറിയ സമയങ്ങളിൽ സൂര്യപ്രകാശം തടയാൻ ഷേഡുകളോ കട്ടറുകളോ ഉപയോഗിക്കുക. രാത്രിയിൽ ജനാലകൾ തുറന്ന് തണുത്ത വായു വീടിനുള്ളിൽ പ്രചരിക്കാൻ അനുവദിക്കുക. സുഖപ്രദമായ ഇൻഡോർ താപനില നിലനിർത്താൻ ഫാനുകളും എയർ കണ്ടീഷണറുകളും ഉപയോഗിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ അത്യാവശ്യമല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ താപനില തണുപ്പുള്ളപ്പോൾ മാത്രം ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ പുറത്തു പോകുന്നതിന് മുമ്പ് മോയ്സ്ചറൈസും സൺസ്ക്രീനും പുരട്ടുക. നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ തൊപ്പി ധരിക്കുകയോ കുട ഉപയോഗിക്കുകയോ ചെയ്യുക. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്നതിന് ഭാരം കുറഞ്ഞതും ഇളം നിറമുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ഒരു വെള്ളക്കുപ്പിയും ചെറിയ തുണിയും കരുതുക. തണുപ്പിക്കാൻ കഴുത്തിൽ നനഞ്ഞ തുണി ഉപയോഗിക്കുക. ശരീരത്തിനകത്ത് ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നതിന് തണ്ണിമത്തൻ, ഓറഞ്ച്, സ്ട്രോബെറി, തക്കാളി, വെള്ളരി തുടങ്ങിയ ഉയർന്ന ജലാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള സെക്ടറിൽ ഉൾപ്പെടെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ച് ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ. ക്രിസ്മസിന് നാടയാനിരിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകുന്നതാണ് ഓഫർ നിരക്കുകൾ. ആഭ്യന്തര രാജ്യാന്തര സെക്ടറുകളിലേക്ക് 19 ഒമാനി റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ. മസ്കറ്റ്, സലാല സെക്ടറുകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സർവീസുകളിൽ ഓഫർ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ്. മസ്കറ്റിൽ നിന്നും സലാല, ബുഖം, ഫുജൈറ, ദുബായ്, ലാഹോർ, കറാച്ചി, മുൾട്ടാൻ, പെഷവാർ, സിയാൽകോട്ട്, ഇസ്ലാമാബാദ്, ഷിറാസ് സെക്ടറുകളിലേക്ക് 19 റിയാലിന് ടിക്കറ്റ് ലഭിക്കും. കേരളത്തിലെ കോഴിക്കോട്ടേക്കും ഇന്ത്യയിലെ മറ്റു സെക്ടറുകളായ ഡൽഹി, ജയ്പൂർ, ലക്നൗ എന്നിവിടങ്ങളിലേക്കും 25 റിയാലാണ് നിരക്ക്. സെപ്റ്റംബർ 15-നും ഡിസംബർ 15-നും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഈ മാസം 31-ന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നും നിർബന്ധമുണ്ട്. അതേസമയം ഓഫർ നിരക്കിൽ 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. കൂടുതൽ ബാഗേജിന് അധികം തുക നൽകേണ്ടതുണ്ട്. മൊബൈലിൽ വീഡിയോ പകർത്തിയ 2 പ്രവാസികൾ കുവൈറ്റിൽ അറസ്റ്റിൽ. മുത്ല പ്രൊട്ടക്റ്റഡ് മേഖലയിലാണ് പ്രവാസികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 പേരിൽ ഒരാൾക്ക് പ്രൊട്ടക്റ്റഡ് മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള പാസ് ഉണ്ടായിരുന്നു. ഇയാൾക്കൊപ്പം എത്തിയ സുഹൃത്താണ് മൊബൈൽ വീഡിയോ പകർത്തിയത്. ഇക്കാര്യം സുരക്ഷാ വിഭാഗം കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. രാജ്യസുരക്ഷാ വകുപ്പിന് കൈമാറി ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരുടെയും മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. UAE മാനവ വിഭവശേഷി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പിഴകൾ ഇപ്പോൾ തവണകളായി അടയ്ക്കാനാകുമെന്ന് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റൈസേഷൻ അഥവാ MOHRE മന്ത്രാലയം അറിയിച്ചു. 5 ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ കൈവശമുള്ള ഉപഭോക്താക്കൾക്കാണ് പിഴകൾ മാസത്തവണകളായി അടയ്ക്കാനാകുക. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏറ്റവും കുറഞ്ഞ തവണയായി 1000 ദിർഹവും, കൊമേഴ്ഷ്യൽ ബാങ്ക് ഇന്റർനാഷണലിൽ ഏറ്റവും കുറഞ്ഞ തവണയായി 500 ദിർഹവും, കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായിൽ ഏറ്റവും കുറഞ്ഞ തവണയായി 500 ദിർഹവും, മഷ്രിഖ് ബാങ്കിൽ ഏറ്റവും കുറഞ്ഞ തവണയായി 500 ദിർഹവും, റാക്ക് ബാങ്കിൽ ഏറ്റവും കുറഞ്ഞ തവണയായി 500 ദിർഹവും അടയ്ക്കാനാകും. കൽബയിൽ പുതുതായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കൽബ ഗേറ്റ് പദ്ധതി ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാടൻ പാട്ടുകൾ എന്നിവയുൾപ്പെടെ പൈതൃകത്തിന്റെയും എല്ലാ വശങ്ങളും പ്രദർശിപ്പിക്കുന്ന പുതിയ മ്യൂസിയം, പ്രളയത്തിൽ തകർന്ന് ഖോർ കൽബ കോട്ടയ്ക്ക് ചുറ്റും പാർക്ക് എന്നിവ പദ്ധതിയും ഉൾപ്പെടുന്നു. പുരാവസ്തു പൈതൃക ടൂറിസം പരിപാടിയും പ്രഖ്യാപനത്തിൽ ഉൾപ്പെടും. സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹാങ്ങിങ് ഗാർഡൻ, അൽ ഹിഫ്യ തടാകവുമായി ബന്ധിപ്പിക്കുന്ന പാതയും കൽബ ഗേറ്റ് പദ്ധതി പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശത്തിലുണ്ട്. സന്ദർശകർക്ക് അപകടമുണ്ടാകുന്നത് തടയാൻ നടപ്പാതയ്ക്ക് ചുറ്റും റെയിലിംഗ് സംവിധാനവും പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ നികുതി കുറച്ചത് നേരിട്ട് പ്രതിഫലിക്കുക ദുബായിലെ സ്വർണ്ണ വിപണിയിൽ 15% നിന്നും 6% നികുതി കുറച്ചതോടെ ഇന്ത്യയിലെയും ദുബായിലെയും സ്വർണ്ണവിലയെ അന്തരം കുറഞ്ഞു. എങ്കിലും ഇന്ത്യയിലേക്കാൾ 5% വരെ വിലക്കുറവായിരിക്കും ദുബായിൽ ലഭിക്കുക. എന്നാൽ സ്വർണം വാങ്ങാൻ മാത്രമായി ദുബായിലേക്ക് വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. യാത്ര താമസ ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ സ്വർണം വാങ്ങാൻ മാത്രമായി വരുന്നത് ലാഭകരമാകില്ല. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി രാജ്യം സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ സ്വർണം വാങ്ങാൻ ഇപ്പോഴും ദുബായ് വിപണി തന്നെയാണ് മികച്ച ഓപ്ഷൻ. സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് നികുതിയില്ലാതെ സ്വർണം വാങ്ങാം എന്നും ദുബായ് വിപണിയുടെ നേട്ടമാണ്. യുഎയിൽ എവിടെ നിന്നും സ്വർണം വാങ്ങിയാലും 5% മൂല്യവർദ്ധിത നികുതി നൽകണം. അതേസമയം സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ഈ നികുതി അവരുടെ മടക്കയാത്രയിൽ വിമാനത്താവളത്തിൽ നിന്നും തിരികെ ലഭിക്കും. വൻ തുക മുടക്കി ഇസ്രായേൽ സൈബർ സുരക്ഷാ സ്റ്റാർട്ടപ്പായ വിസിയെ ഗൂഗിൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഗൂഗിളുമായുള്ള ഏറ്റെടുക്കൽ ചർച്ചകളിൽ നിന്ന് വിസ് പിന്മാറിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 2300 കോടി ഡോളറാണ് ഗൂഗിൾ വിസിന് വാഗ്ദാനം ചെയ്തത്. ഇടപാട് നടന്നിരുന്നുവെങ്കിൽ ഗൂഗിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റെടുക്കലായി ഇത് മാറുകയായിരുന്നു. വിസിനുള്ളിൽ പ്രചരിച്ച ഒരു കുറിപ്പിനെ അടിസ്ഥാനമാക്കി CNN ആണ് വിസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലും വ്യവസായം വളർത്തുന്നതിനായി $100 കോടി വാർഷിക വരുമാനം കണ്ടെത്തുന്നതിനുമാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് വിസ് CEO അസാഫ് റാപ്പപ്പോർട്ട് പറഞ്ഞു. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലും വ്യവസായം വളർത്തുന്നതിനായി $100 കോടി വാർഷിക വരുമാനം കണ്ടെത്തുന്നതിനുമാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് വിസ് CEO അസാഫ് റാപ്പപ്പോർട്ട് പറഞ്ഞു. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ RTA പുറത്തിറക്കാൻ പോകുന്ന പുതിയ ബസ്സുകളിൽ ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ടിംഗ് അഥവാ APC സംവിധാനം സ്ഥാപിക്കും. നിരപ്പ് വെട്ടിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് ഓട്ടോമേറ്റഡ് സംവിധാനം സ്ഥാപിക്കുന്നത്. ഈ പുതിയ സംവിധാനത്തിലൂടെ എത്ര യാത്രക്കാർ കൃത്യമായി യാത്ര ചെയ്തുവെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ ദുബായിലെ ബസ്സുകളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും യാത്രക്കാർ നോൾ കാർഡുകൾ ടാപ്പ് ചെയ്യണം. എല്ലാ യാത്രക്കാരും ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുന്ന വിശ്വാസത്തിലാണ് യാത്രക്കാരെ ബസ്സിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നത്. എന്നാൽ ചില യാത്രക്കാർ ഇത് ഒഴിവാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദുബായിൽ ബസ് ചാർജിൽ വീഴ്ച വരുത്തിയ യാത്രക്കാരിൽ നിന്നും 200 ദിർഹം പിഴ ഈടാക്കും. 32 പല്ലുമായി ജനിച്ച കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ ഇതിനോടകം 3 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു. നേറ്റൽ ടീത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് താൻ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. നേറ്റൽ ടീത്ത് അഥവാ ഒരു കുഞ്ഞു പല്ലുകളോടെ ജനിക്കുന്ന അവസ്ഥ. എന്നാൽ 32 പല്ലുകൾ ഉണ്ടെങ്കിലും കുട്ടിക്ക് ഒരു തരത്തിലും ഇത് ബുദ്ധിമുട്ടാകില്ല എന്ന് അമ്മമാരെ സംബന്ധിച്ച് മുലയൂട്ടുന്ന നേരങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. കൂടാതെ പല്ല് പൊട്ടുന്ന അവസ്ഥയിൽ കുട്ടി അത് കഴിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അമ്മ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പലരും ആദ്യമായി കേൾക്കുന്ന അവസ്ഥയാണിതെന്നാണ് കമന്റിൽ ചെയ്തിരിക്കുന്നത്. അറിവ് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്നും ആളുകൾ പറഞ്ഞു. പല്ലുകളില്ലാതെയാണ് സാധാരണയായി കുട്ടികൾ ജനിക്കുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ ആദ്യ പല്ലുകളാണ് ഉണ്ടാവുക. പിന്നീട് 21 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും 32 സ്ഥിരമായുള്ള പല്ലുകൾ ഉണ്ടാകുകയാണ് പതിവ്. ഇതിനു വിപരീതമായി പല്ലുകളുമായി കുട്ടി ജനിക്കുന്ന അപൂർവ അവസ്ഥയാണ് നാറ്റൽ ടീത്ത് എന്ന് പറയുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.